ഒരിക്കലുമില്ല. ആത്മഹത്യ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആത്മാവിനെ അവൻ കൊന്നു. വിലയേറിയ ആത്മാവിന്റെ ഉടമയായ മനുഷ്യൻ ഇതാ ആ ആത്മാവിനെ സ്വയം കൊന്നൊടുക്കി. അത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, 10,000 കോടിയുടെ ആസ്തി ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു റോയ്. പക്ഷെ എന്താ പ്രയോജനം? അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ആരംഭം നല്ലത്, എന്നാൽ അവസാനം വളരെ ദയനീയമായി. എന്നാൽ സ്നേഹിത, താങ്കളെ ശിക്ഷിച്ചിരിക്കുന്ന അതേ ആത്മാവിൽ തന്നെയാണ് ഞങ്ങളെയും ശിക്ഷിച്ചിരിക്കുന്നത്. എന്റെ ഉള്ളിലും ഒരു ആത്മാവുണ്ട്. ഞാനും ഒരിക്കൽ പാപത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമത്തത്തിൽ കിടന്ന് ദൈവം ആരെന്ന് ചോദിച്ചിരുന്ന ഒരു കാലഘട്ടം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിന് വ്യത്യസ്തമായി ദൈവം എന്റെ ഉള്ളിൽ വന്നപ്പോൾ ഒരു ദിവ്യ സമാധാനം എന്നെ ഭരിച്ചു. യേശു എന്നെ നയിക്കുന്നവരെയായി തീർന്നു. പ്രിയമുള്ളവരെ, യേശു അകത്തുണ്ടെങ്കിൽ നിന്നെ നയിക്കുന്ന ഒരു ആത്മസാന്നിധ്യമുണ്ടാകും. നിന്നെ നയിക്കുന്നത് സ്വർഗത്തിലേക്കായിരിക്കും. യേശുവിൽ വിശ്വസിപ്പിൻ, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരെ, ഒരു വാക്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മദ്യപിച്ച് നശിച്ചു പോകരുത്. മദ്യം ഒന്നിനും പരിഹാരമാവുകയില്ല. മദ്യപാനം ഒന്നിനും പരിഹാരമല്ല. നമ്മുടെ ഈ മദ്യപാനം ആപത്തിലേക്ക് മാത്രമേ പോവുകയുള്ളൂ. നമ്മുടെ കുടുംബ സമാധാനം നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകും. അനുദിനം നഷ്ടപ്പെട്ട സന്തോഷവുമായി നാം ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത്, പ്രിയമുള്ളവരെ, യഥാർത്ഥ സന്തോഷമായ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി ഹൃദയത്തിന്റെ ഉള്ളിൽ സ്വീകരിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിപ്രഭാവമായി തീർന്നാൽ താങ്കൾ